ആ ചോദിച്ച ക്വസ്റ്റ്യൻ ശരിക്കും ഒരു ഇൻട്രസ്റ്റിംഗ് ക്വസ്റ്റ്യൻ ആണ്. ഒരു ഇന്റീരിയർ ഡിസൈൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു സ്പേസ് ഡിസൈൻ ചെയ്ത് കുറേ സ്ഥലത്ത് ഈ പറഞ്ഞ പോലെ ഒരു പ്ലാൻ പോട്ട് വെക്കുന്നു, ചെടി വെക്കുന്നു, അവിടെ ഒരു യൂണിറ്റ് ടേബിൾ, ഇവിടെ കുറച്ച് പെയിന്റ്, ഇങ്ങനെയാണോ ഒരു ഇന്റീരിയർ ഡിസൈൻ എന്നുള്ളത്? അതിനെ കാണേണ്ടത് അങ്ങനെയല്ല, കുറച്ചും കൂടെ ബ്രോഡായിട്ട് കാണണം. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഒരു സ്പേസ് ഡിസൈൻ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇതിനകത്ത് ഇപ്പോൾ കുറേ ഡിസൈൻ പ്രിൻസിപ്പിൾസ് ഉണ്ട്. സ്കെയില്, പ്രപ്പോർഷൻ, അതുപോലെ ഈ പറഞ്ഞ പോലെ ഹാർമണി, സിമിട്രി, ഇതെല്ലാം ഉണ്ട്. അപ്പോൾ ഒരു സ്പേസ് ഡിസൈൻ ചെയ്യുന്ന സമയത്ത് ചെറിയൊരു റൂമിൽ വലിയൊരു ചെടി കൊണ്ട് വെച്ചു, സ്കെയിൽ ഔട്ടാണ്, വലുതാണ്. അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ചെറിയൊരു പ്ലാൻ പോട്ട് അത് കൊണ്ടുവന്നിട്ട് ആവറേജ് സൈസ് റൂമിൽ വെച്ചു. അത് അറ്റൻഷൻ സീക്കറേ അല്ല, നോക്കുന്നില്ല, അതിലേക്ക് ഒരു അറ്റൻഷൻ പോകുന്നില്ല. കാരണം സ്പേസ് സ്കെയിൽ കുറഞ്ഞു പോയി. അപ്പം സ്കെയിൽ നമ്മൾ പ്രോപ്പറായിട്ട് നോക്കും. അതുപോലെ നമ്മൾ ഈ മോണോട്ടോണസ് ആവാൻ പാടില്ല, ഒരു സാധനം വളരെയധികം മൂടിപ്പോവാൻ പാടില്ല. പിന്നെ ഓവറോൾ ഒരു കളർ പാലറ്റ് മെയിൻറ്റെയിൻ ചെയ്യണം. വെൽ ട്രെയിൻഡ് ആയിട്ടുള്ള ഒരു ഇന്റീരിയർ ഡിസൈനർ ആണെങ്കിലും ഈ കാര്യങ്ങളെ പറ്റി എല്ലാം ട്രെയിൻഡ് ആണെങ്കിൽ ഒരു സാധനം, ഒരു എലമെന്റ് പ്ലേസ് ചെയ്യുമ്പോൾ ഇതെല്ലാം നോക്കും. അപ്പോൾ ചിലപ്പോൾ ഒരു സ്വിച്ച് ബോർഡ് കൊടുക്കുകയാണെങ്കിൽ ആ സ്വിച്ച് ബോർഡിന്റെ പ്ലേറ്റിന് വരെ ഇന്ന കളറായിരിക്കും, അല്ലെങ്കിൽ ചിലപ്പോൾ ആ സ്പേസിന് ചേർത്തില്ല. ശരിക്കും പറഞ്ഞാൽ ഒരു ഡിസിഷൻ മാത്രമേ ഉള്ളൂ. കടയിൽ ആ കളറിന് തമ്മിൽ വില വ്യത്യാസം പോലും ഉണ്ടാകത്തില്ല. നമ്മൾ ആ ഡിസിഷൻ എടുത്ത് കൺവേ ചെയ്ത് ക്ലയന്റിനെ കൊണ്ട് ആ പർട്ടിക്കുലർ ഐറ്റം പ്രൊക്യൂർ ചെയ്യിപ്പിക്കുക എന്നുള്ളതാണ്.